പേര് റഫീഖ് എന്നാണ്. വീട് ഇവിടെ ബുക്കയിൽ എന്നുള്ള സ്ഥലത്താണ് വീട്. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലും തമിഴ്നാടൊക്കെ ആയിട്ട് ട്രഡീഷണൽ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് വന്നുള്ള ആൾക്കാരോട് എനിക്ക് നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കാറുണ്ട്, ഇന്ന് ആദ്യമായിട്ട് വന്നുള്ള ആൾക്കാരൊന്ന് കാണാൻ പറ്റും? ഫസ്റ്റ് ടൈം വന്നുള്ള ആൾക്കാരെ വെരി ഗുഡ് വെരി ഗുഡ്. ഒരുപാട് ആൾക്കാരാണ് ആദ്യമായിട്ട് വന്നുള്ള ആൾക്കാരുണ്ട്. കൈ പൊട്ടിച്ച ആൾക്കാർക്ക് നല്ലൊരു കൈ കൊടുക്കുക. പുതുതായിട്ട് വന്നിട്ട് ഒരു പക്ഷെ പുതുതായിട്ട് വന്നിട്ട് കൈ പൊന്തിക്കാൻ മടി കാണിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാർ നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് കാറ്റഗറി ആൾക്കാരാണ്. ഇന്ന് ആദ്യമായിട്ട് ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വന്നിട്ടുള്ള ആൾക്കാരും അതോടൊപ്പം തന്നെ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ഹോളിനകത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഈ ആദ്യമായിട്ട് ഇന്ന് ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള ആൾക്കാരോട് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ടൊരു ബിസിനസ് ആണ്. നിങ്ങൾ ആലോചിച്ചു, ഈ സ്റ്റേജിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ ആണ് 4ാം ക്ലാസ്സുകാരന് 7ാം ക്ലാസ്സുകാരന് എഞ്ചിനീയർ. അപ്പോൾ ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഇതിനേക്കാളും നല്ലൊരു എക്സാമ്പിളിന് ആവശ്യമുണ്ടോ? ഇല്ല, എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ ബിസിനസ് കണ്ട സമയത്ത് നിങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഇർഷാദ് മാസ്റ്റർ ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു. ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പുതുതായിട്ട് വന്നുള്ള ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം തന്നെയാണ്, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനമോ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആരോഗ്യമോ ആവശ്യം ഇല്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ചു ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാണ്ടോ എന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങൾ പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ഈ ബിസിനസ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഈ ബിസിനസ്സിനകത്ത് വന്നാലും വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ രാവിലെ നീറ്റ് കുളിക്കും. ആകെ രണ്ടാൾക്കാരാണോ കുളിക്കുക? കുളിക്കോ ഇല്ലേ? കുളിക്കും. നിങ്ങൾ പല്ല് തേക്കോ ഇല്ലേ? പല്ല് തേക്കും. നിങ്ങൾ വീട് വൃത്തിയാക്കോ ഇല്ലേ? നിങ്ങൾ ആരോഗ്യം നോക്കോ ഇല്ലേ? സൗന്ദര്യം നോക്കോ ഇല്ലേ? ഇതിനൊക്കെ നിങ്ങൾ വേറെ ഏതോ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നുണ്ട്. കറക്റ്റ് ആണോ അല്ലേ? ആ പ്രോഡക്റ്റുകൾ മാറ്റി ഇവിടുത്തെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. അത് ഉപയോഗിച്ച് നോക്കി നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞുകൂടാ? അല്ലാതെ ഈ ബിസിനസിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഒരു 10,000 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 10,000 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15,000 രൂപയുടെ പ്രോഡക്റ്റുകൾ തിരിച്ചു കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ? ഒരു നഷ്ടമില്ല ഇതിനകത്ത്. അപ്പൊ വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ 10,000 മുടക്കി 10,000 മുടക്കിയിട്ട് 15,000 പ്രോഡക്റ്റ് കിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ലാഭമാണോ? അല്ലേ? ലാഭമാണ്. അപ്പൊ നിങ്ങൾക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്ക് ലാഭത്തോട് കൂടിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത്രയും ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനിപ്പോ തൃശ്ശൂരിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ ഓടിയെത്തിയിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇങ്ങോട്ട് കയറാൻ പോകുന്ന വ്യക്തിയെ കുറിച്ചിട്ട് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ്. ഇന്ന് പുതുതായിട്ട് വന്നുള്ള ആൾക്കാരോട് ഇനി നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ലാസ്റ്റ് വരെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വ്യക്തി ഇവിടെ കയറുന്നതോട് കൂടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകാൻ സാധിക്കും. കാരണം അത്രമാത്രം നേട്ടങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ബിസിനസ്സിൽ കൂടി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ വരാൻ പോകുന്നത്. ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഇതിനകത്ത് മലപ്പുറം ജില്ല, കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞുള്ള ആരെങ്കിലും ഉണ്ടോ? കണ്ണൂർ ജില്ല എന്ന് കുറച്ച് ആൾക്കാരുണ്ട്. മലപ്പുറം ജില്ല അല്ലാതെ വേറെ ഏതെങ്കിലും, മലപ്പുറം കണ്ണൂർ അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ? കോഴിക്കോട് ഉണ്ടല്ലേ? ഓക്കെ, അവർക്ക് ചിലപ്പോൾ വിഷമാവും. എന്നാലും ഞാൻ കാര്യം പറയും, ഈ അടുത്തൊരു സർവേ നടന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോന്ന് അറിയില്ല. കേരളത്തിൽ ഏറ്റവും നല്ല ഇത് റെക്കോർഡ് ചെയ്തിട്ടോ, കേരളത്തിൽ ഏറ്റവും നല്ല ആൾക്കാരുള്ള ജില്ല ഏതാണത്? ഞാൻ ബാക്കിയുള്ള തീരുമാനിച്ചു. ആക്ച്വലി അതിനകത്ത് അവർ സർവേ നടത്തിയ ആൾക്കാർ പിന്നെ പറയുന്നുണ്ടത് അവർക്ക് എന്തോ തെറ്റ് പറ്റിയതാണെന്ന്. കാരണം അവര് 1ാം സ്ഥാനം കൊടുത്ത കണ്ണൂരിനാണ്. 1ാം സ്ഥാനം കൊടുത്ത കണ്ണൂരിനാണ്. നല്ലൊരു കൈ കൊടുക്കാം. നമുക്ക് ഇതോടെ വരാൻ പോകുന്ന ഗസ്റ്റ് ആക്ച്വലി ആ ജില്ലയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന 2 ജില്ലകളാണ് ഏതൊക്കെയാണെന്ന് അറിയോ? 2ാം സ്ഥാനത്താണ് മലപ്പുറം, അതിന്റെ തൊട്ടടുത്ത് തന്നെ ഏതുണ്ട്? കോഴിക്കോട് ഉണ്ട്. അപ്പൊ നമ്മള് 1ാം സ്ഥാനത്ത് കിട്ടിയ ആൾക്കാരല്ല ശരിക്കും ഇതിന് അർഹരെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം, വേണ്ടേ? അത് അടുത്ത ആളിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നല്ലൊരു തീരുമാനം എടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.